നമസ്കാരം, IWCampusലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സ്പാം ലിങ്കിനെ പറ്റിയാണ്. ഇതിപ്പം കൂടുതലായിട്ടും നമ്മളുടെ പ്രത്യേകിച്ച് വാട്സപ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെനിക്കിന്ന് വന്നൊരു ലിങ്കാണ്. അപ്പം ഇത് പ്രധാനമായിട്ട് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ടെക്നിക്കൽ ഫീൽഡിൽ വലിയ അറിവില്ലാത്ത ആൾക്കാരെയാണ് കൂടുതൽ ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഈ ഡേറ്റ ആൾക്കാരിൽ നിന്ന് എടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ കംപ്ലീറ്റ്ലി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇങ്ങനെയൊക്കെയുള്ള ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്ക് ഫോർവേഡ് ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പി സിയിൽ ഇത് അല്ലെങ്കിൽ മൊബൈലിൽ ഇത് ഓപ്പൺ ആക്കാനും നിൽക്കരുത്. അപ്പോൾ തന്നെ ഇത് ഇഗ്നോർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഈ ലിങ്കുകളൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ലിങ്ക് ഞാൻ ഓപ്പൺ ആക്കി നോക്കി ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അന്നേരം ഇത് ഒരു എന്താ പറയുക, നമുക്ക് പി സിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലിങ്ക് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് നിങ്ങളെ ഓപ്പൺ ആക്കി കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് സാൻഡ് ബോക്സിലേ ഓപ്പൺ ആക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യണം. കാരണം ഇതുപോലെ എനിക്ക് ഒത്തിരി വരാറുണ്ട്. ഫാമിലിയിൽ നിന്ന് തന്നെ ഒത്തിരി പേര് ഇതുപോലെ ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പം വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇറക്കിയായിരുന്നു, പക്ഷേ അത് ഭയങ്കര ടെക്നിക്കലായി പോയത് കൊണ്ട് ആയിരിക്കാം അധികം ആൾക്കാർ കാണുകയോ അല്ലെ വ്യൂസ് ഒന്നും കിട്ടുകയൊന്നും ചെയ്തില്ല. അപ്പം കുറച്ചുകൂടെ വളരെ സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ എടുക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് നമ്മളുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ലിങ്ക്. ഈ ഒരു ലിങ്കിനെ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ബ്രൗസർ, അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ ഓപ്പൺ ചെയ്യുന്നൊരു ബ്രൗസർ, അതിൽ ഞാൻ ഈ ലിങ്ക് ഓപ്പൺ ആക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ അകത്ത് എൻ്റെ ലോഗിൻ്റെ സെഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഓപ്പൺ ആക്കിയ ഒരു പക്ഷേ നമ്മളുടെ ഡേറ്റയൊക്കെ അടിച്ചു മാറ്റാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണ് മിക്കവാറൊക്കെയുള്ള ആൾക്കാരുടെ ഫേസ്ബുക്കൊക്കെ ഹാക്കായി പോവുക ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഫയർഫോക്സിൽ ഫേസ്ബുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സെഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഇതിൻ്റെ അകത്ത് ഹിസ്റ്ററിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അപ്പം ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ലിങ്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് മൊബൈൽ ഡിവൈസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. മൊബൈൽ അല്ലാത്ത ഒരു പി സിയിൽ ഞാൻ ഈ ലിങ്ക് ഓപ്പൺ ആക്കിയാൽ ഇത് ഓപ്പൺ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിനെ ഒരു മൊബൈൽ ഡിവൈസിൻ്റെ സെറ്റപ്പിലോട്ട് മാറ്റിയിട്ടാണ് ഞാനിതിപ്പോൾ ഓപ്പൺ ആക്കാൻ നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി അൾട്രയുടെ ഈ ഒരു സെറ്റപ്പിൽ നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പം ഞാനിവിടെ ഇതിൻ്റെ ഒരു ലിങ്ക് എടുത്ത് പേസ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നുള്ളത്. അന്നേരം ആ ഒരു ലിങ്ക് ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവില്ല. അതാണ് ഇതിൻ്റെ അകത്തെ മെയിനായിട്ടൊരു കാര്യം. കാരണം അവർ അത് ഡിറ്റക്റ്റ് ചെയ്യും. ഡെസ്ക്ടോപ്പ് ആണെന്ന് മനസ്സിലായാൽ അവർക്ക് മനസ്സിലാകും ആരെങ്കിലും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ അപ്പോഴത്തേനും വന്നു കഴിഞ്ഞപ്പോൾ കല്യാൺ ജുവലേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു. ഇത് കല്യാൺ ജുവലേഴ്സ് ആയിരിക്കണമെന്നില്ല. ഇത് പല കമ്പനികളുടെയൊക്കെ ആയിരിക്കാം ഈ ഒരു ഇത്. അപ്പം ഇത് പറ്റിയിട്ടാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളിത് ലിങ്ക് ഇങ്ങനെയൊന്നും ഓപ്പൺ ആക്കാൻ ശ്രമിക്കരുത്. അൺലെസ് നിങ്ങൾക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നത് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകരുത്. അപ്പം 30th ആനിവേഴ്സറി ഒക്കെയാണ്, അതിൻ്റെ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഓക്കെ കൊടുത്ത് കയറാം, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇതിൻ്റെ അത് കണ്ടോ, ഇതൊരു സർവേ പോലത്തെ ഇതിൻ്റെ ഈ ഒരു URL നോക്കിയേ. ഇങ്ങനെയാണ് ഈ ഒരു URL വന്നേക്കുന്നത്. ശരിക്കും കല്യാൺ ജുവലേഴ്സിന് ഒരിക്കലും അവരുടെ സ്വന്തം വെബ്സൈറ്റും ഡൊമൈനും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് ഒരിക്കലും ഇങ്ങനൊരു ഇതിൻ്റെ അകത്തൊന്നും ഓഫർ കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, പത്രത്തിൽ അവർ അഡ്വർടൈസ് ചെയ്യും. കാരണം അവർ കോടികൾ മുടക്കിയാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരിങ്ങനൊരു ഓഫർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് പത്രത്തിലും TV യിലും ഒക്കെ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലിങ്കുകൾ കണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ എപ്പോഴും ഒരു ലിങ്ക് ഓപ്പൺ ആക്കി എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. അതിൻ്റെ ലിങ്കിൻ്റെ URL ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, എന്താണ് ആ URL എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു റിലേഷൻ ഇല്ലാത്ത URL ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിശ്വസിച്ചു ഒരു ഫേക്ക് ആണെന്നുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ മെയിൽ ഓർ ഫീമെയിലും ചോദിക്കുന്നു. ഞാനിവിടെ മെയിൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുന്നു. ഞാൻ ജസ്റ്റ് 40 മുതൽ 49 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇത് എങ്ങനെ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അസ് എന്ന് പറഞ്ഞ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം ജസ്റ്റ് വെരി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു.
അത് ഏത് ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എന്ത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കാണും. അത് ഏത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലും കാണും. അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഇത് കണ്ടോ 3 ചാൻസസ് ഉണ്ട്, ഗുഡ് ലക്കൊക്കെ പറയുന്നു, നമുക്ക് പ്രൈസ് കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ പ്രൈസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന 3 ക്ലിക്കുകളിൽ ഏതെങ്കിലും ഒരു ക്ലിക്കിൽ പ്രൈസ് ഉറപ്പായിട്ടും കിട്ടും. കാരണം ഇവർ ഉദ്ദേശം നമ്മളുടെ ഡേറ്റ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്നു, അതിൽ പ്രൈസ് ഇല്ല. അപ്പോഴത്തേനും വേറൊരെണ്ണം റാൻഡംലി ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൈസ് വന്നു. അപ്പം ഇതിനകത്ത് പറയുന്നത് U1 കപ്പിൾ ഗോൾഡ് റിങ്സ് 22 ക്യാരറ്റ് ഇത്രയും ഗ്രാം ഉണ്ട്, ഇത് ഈ പ്രൈസ് വിൻ ചെയ്യാനായിട്ട് ഇത് നോക്കുക എന്നാണ് പറയുന്നത്. ഗെറ്റ് യുവർ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവരിപ്പം ഈ ഒരു URL മാറിയിട്ട് വേറൊരു സംഭവത്തിലോട്ട് പോകും. ഇപ്പം കണ്ടോണം, ഇത് കണ്ടോ, ഇത് വേറെ ഒരു URLിലോട്ട് പോയി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് 15 ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ സെൻഡ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഇത് കൂടി വരും. അതുപോലെ ഇവിടെ നമുക്ക് ഇതിൻ്റെ താഴെ നോക്കിയാൽ ഇവിടെ ഭയങ്കര ലൈക്കും കമൻറ്റും ഒക്കെ കാണാം. ഇതൊക്കെ വെറും ഫേക്കാണ്. ഇവിടെ ഒന്നും ക്ലിക്ക് ചെയ്താൽ പോലും ഒരു സാധനമില്ല. കമൻറ്റൊക്കെ ക്ലിക്ക് ചെയ്താലും അതിലും ഒന്നുമില്ല. ഇതൊക്കെ ഫേക്ക് സാധനമാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താലും ഒന്നും കാണത്തില്ല. കണ്ടോ ഇതിലൊന്നും ക്ലിക്ക് ചെയ്യാനൊന്നും ഒക്കൂല. അപ്പം ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. വാട്സപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇതിങ്ങോട്ട് വന്നു. ഞാനത് നേരെ തിരിച്ച് ഇവിടെ ഇത് ക്ലോസ് ചെയ്തു, തിരിച്ച് ഇവിടെ എത്തിയപ്പം 50% ഞാൻ ഷെയർ ചെയ്തില്ല ആർക്കും. വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. പിന്നെയും ഇവിടെ വന്നു. ഇത് വാട്സപ്പിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഇവിടെ ഉടനെ തന്നെ ഇത് അലോ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യും. ഓക്കെ കൊടുത്തു. അപ്പോൾ 50% വന്നു. വീണ്ടും ഞാനൊന്നുകൂടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം വഴി ഒരു ക്ലിക്ക് ഇവൻ്റ് ഇട്ടേക്കുവാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഈ ഒരു പ്രോഗ്രസ് ബാർ കൂടി വരും. വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യാം. അപ്പം ഓക്കെ, പിന്നെയും ക്ലിക്ക് ചെയ്യാം. അപ്പം ഇവിടെ വന്നു. ഇതൊന്നും ഞാൻ വാട്സപ്പിലൊന്നും ഷെയർ ചെയ്യാതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ശരിക്കുമുള്ള അറിയാത്ത ആൾക്കാർ ഇതൊക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്യും. ഇങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്ന വാട്സപ്പിലൂടെ. ഞാൻ ഈ 15 പേർക്കോ അല്ലെങ്കിൽ 5 പേർക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ള ആൾക്കാർക്കെല്ലാം ഞാനിത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുമ്പം അത്രയും ആൾക്കാരിലോട്ട് അങ്ങ് എത്തുകയാണ് ഈ ഒരു URL. അപ്പം അത്രയും ആൾക്കാരുടെ അടുത്തു നിന്നുള്ള ഡേറ്റ ഒന്നുമില്ലെങ്കിലും മെയിലാണോ ഫീമെയിലാണോ എന്നറിയാൻ, നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. സോ അതാണ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. അത് വെച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ അനലിറ്റിക്സ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ നെക്സ്റ്റ് കൊടുക്കുക. ഇതുവഴി നമ്മുടെ IP അഡ്രസ്സ് ഇവർക്ക് കിട്ടും, അത് ഓർക്കുക. എന്നിട്ട് വീണ്ടും വാട്സപ്പ് എടുക്കാം, ഇത് കൊടുക്കുക, പിന്നെയും കൊടുക്കാം. കണ്ടോ ആ ഒരു പ്രോഗ്രസ് ബാർ സെറ്റായി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഇത് വിൻ ചെയ്തു. ഇനി നിങ്ങൾ ഇത്രയും കാര്യങ്ങളിലൂടെ ചെയ്യണം, ഈ രജിസ്ട്രേഷനൊക്കെ ഫില്ല് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് പ്ലീസ് വെയിറ്റ് ഫോർ അഡ്മിൻ ടു ചെക്ക് ഇറ്റ്, അത് റിവ്യൂ വിൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ 24 hours എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഫിനിഷ് രജിസ്ട്രേഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഒരു സാധനത്തിലോട്ട് പോകും. ഇത് കണ്ടോ, ഇതേതോ ഒരു വെബ്സൈറ്റാണ്. ഇതെപ്പോഴും ഇത് തന്നെ ആയിരിക്കണമെന്നില്ല, ഇത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പം ഇത് എന്തൊക്കെയോ ഡൗൺലോഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള സംഭവമാണ്. ഇതൊരു സർവേ ആണെന്ന് തോന്നുന്നു. ഏതോ ഒരു ലാസ്റ്റിലൊരു സർവേയുടെ ഒരു വെബ്സൈറ്റിൽ വന്നു. ഈ വെബ്സൈറ്റ് വരുന്ന കഴിയുമ്പോഴത്തേനും ഇവിടെ കണ്ടോ, ഇത് തന്നെ ഫേക്കാണ്. ഈ ഒരു വെബ്സൈറ്റിലുള്ള കാര്യങ്ങളും ഫേക്കാണ്. കണ്ടോ, ഇതൊക്കെ ചുമ്മാതെ കൊടുത്തേക്കുന്ന സാധനം. ഇതൊന്നും നമുക്ക് ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും ഒക്കില്ല. അപ്പം ഇവിടെ വന്നിട്ട് ഇത് ചോദിക്കുന്നു, ഞാനിവിടെ മെൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതുപോലെ ഇവിടെ ഏജ് ഗ്രൂപ്പ് ചോദിക്കുന്നു, ഞാനിവിടെ ഇത് കൊടുക്കുന്നു. ഞാൻ ഇപ്പം സെൽഫ് എംപ്ലോയിഡ് കൊടുക്കുന്നു. ഇതിപ്പോൾ ഇത്രയും കൊടുക്കുന്നു. സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ്. അങ്ങനെ ഇവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, ജസ്റ്റ് ചുമ്മാ ഉള്ള ആൻസേഴ്സ് കൊടുക്കുകയാണ്. അന്നേരം ഇതുണ്ടോ, താങ്ക് യു, റിസൾട്ട് എക്സലൻ്റ് ആണ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇനിയും ഗെറ്റ് ഓഫർ കൊടുത്താൽ ഇവർ അതിൻ്റെ അപ്പുറത്തെ ഉടായ്പാണ് അടുത്തത്. ഗെറ്റ് ഓഫർ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത ഒരിടത്തോട്ട് പോകുന്നു. അങ്ങനെ ഇത് പലയിടത്തും കണക്റ്റഡ് ആയിരിക്കും. ഈ രീതിയിൽ നമ്മളുടെ ഇനിയും വരുന്നത് ചിലപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉള്ളതായിരിക്കും. ഇനി രണ്ടാമത്തെ രജിസ്ട്രേഷൻ ഫിനിഷ് രജിസ്ട്രേഷൻ 2 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇത് എന്തോ പ്രൈസ് ലൈഫ് എന്ന് പറഞ്ഞ് ഇതെന്തോ ബ്ലോക്ക് ആക്കിയിട്ടുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ ഇത് നിലവിലുള്ള വെബ്സൈറ്റ് അല്ലാന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടെ വീണ്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഏതോ ഒരു ആ ഒരു ലിങ്ക് കയറി വന്നുണ്ടോ, ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ, അതിനർത്ഥം
അതേതോ ഒരു എന്ന് വെച്ചാൽ അതേതോ ഒരു ഈ ക്ലിക്ക് ഒക്കെ ചെയ്ത് എന്താ പറയുക, നമ്മൾ ക്ലിക്ക് ചെയ്താൽ പൈസ കിട്ടുന്ന ടൈപ്പ് എന്തോ ഒരു സംഭവമാണ്. അത് പേസ്റ്റ് ആൻഡ് ഗോ കൊടുക്കാം. എന്താണ് അവിടെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന എന്തോ ഒരു ലിങ്കാന്ന് തോന്നുന്നു. കണ്ടോ, ഇതിങ്ങനെ വീണ്ടും മാറി മാറി പലയിടത്തോട്ട് റീഡയറക്റ്റ് ആയി പോവാണ്. കണ്ടോ, വീണ്ടും തിരിച്ച് നമ്മൾ അതേ സ്ഥലത്ത് തന്നെ എത്തി. വീണ്ടും നമ്മളോട് ഇതേ ടെസ്റ്റൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അതേ സെയിം പേജിൽ തന്നെ എത്തിയെന്ന് തോന്നുന്നത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഇത് മാത്രമല്ല, ചില സമയങ്ങളിൽ നമ്മളുടെ ഇപ്പോൾ എനിക്കൊന്ന് ഇത്ര കാണിക്കത്തുള്ളൂ, പക്ഷേ ചില സമയങ്ങളിൽ എനിക്കൊന്ന് ഈ ലിങ്കൊക്കെ എക്സ്പയർ ആയി പോയോണ്ടാവാം. ഒരുപക്ഷെ നമ്മളുടെ സൈബർ ക്രൈം ബ്യൂറോയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആരെങ്കിലും അധികാരികളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആക്ഷൻ എടുത്തുകൊണ്ട് ഈ പല വെബ്സൈറ്റൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ടാവാം ഒരുപക്ഷെ. ഇല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും ഇവിടെ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും. എന്നിട്ട് നമ്മൾ ആ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഇവർക്ക് ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവർക്കത് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. എന്താ പറയുക, ഞങ്ങൾക്ക് ഒത്തിരി ടെക്നിക്കലായിട്ട് പോകുന്നില്ല, പക്ഷേ സംഭവം ഇതാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്, OTP ആണെങ്കിൽ പോലും ആർക്കും ഷെയർ ചെയ്യില്ലേ. ഒരു ബാങ്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും OTP ഒന്നും ചോദിക്കാറില്ല. അവർ OTP തരുന്നത് പേഴ്സണലായിട്ടുള്ള OTP ആണ്. അഥവാ OTP ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ OTPയിൽ മിക്കവാറും എഴുതിയിട്ടുണ്ടായിരിക്കും, പ്ലീസ് ഷെയർ ദിസ് OTP വിത്ത് അവർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് ഉണ്ടാവും. ചിലയിടത്ത് രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് നമ്മളുടെ അതായത് ചിലതിൻ്റെയൊക്കെ ആക്ടിവേഷന് അവർ നമ്മുടെ അടുത്തുള്ള ഏജൻറ്റിന് OTP നമ്മുടെ മൊബൈലിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. സോ അങ്ങനെയുള്ള കേസുകളിൽ മാത്രം ഉണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവർ പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും, ഡു നോട്ട് ഷെയർ ദിസ് OTP എന്ന് പറഞ്ഞ്. അപ്പം എപ്പോഴും OTP ഷെയർ ചെയ്യരുത്. അതുപോലെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ പേഴ്സണലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷനും, ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊന്നും ആർക്കും കൊടുക്കരുത്. ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുക. ബാങ്കിൽ നിന്നൊക്കെയുള്ള വെരിഫിക്കേഷനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഞാൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ വന്നോളാം എന്ന് പറയുക, അല്ലെങ്കിൽ ബാങ്കിൽ വിളിച്ച് ചോദിക്കുക. ഓക്കെ, അപ്പം ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ ഡേറ്റ ഇവർ കളക്ട് ചെയ്യുന്നത്. ഇത് അവർക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇവിടുന്ന് കളക്ട് ചെയ്ത ഡേറ്റ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക.